ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാലഡോസ്കോപ്പിലെ പോയട്രി സെക്ഷനിലെ ലാസ്റ്റ് പോയം തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 9 പോംസാണ് അതിലുള്ളത്. അപ്പം നമുക്ക് 9th നിന്നും സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് പോയട്രിയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഒരു പോയത്തിൻ്റെ പേര്, അതായത് 9th പോയത്തിൻ്റെ പേര് ട്രഷ് ഹോൾഡ് എന്നാണ്. അത് ഓഷ്യൻ വാങ്ങിൻ്റെയാണ്. ഇവിടെ ട്രഷ് ഹോൾഡ് എന്ന് പറഞ്ഞതിൻ്റെ മീനിങ് ലൈഫിൽ വളരെ എന്താ പറയുക, ഷോക്കിംഗ് ആയിട്ടുള്ള റിയാലിറ്റീസ്, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അല്ലെങ്കിൽ അമ്പരപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്നൊക്കെയാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം, ഓഷ്യൻ വാങ്ങിനെ കുറിച്ച് നോക്കാം. ഓഷ്യൻ വാങ് ഈസ് ആൻ അവാർഡ് വിന്നിംഗ് വിയറ്റ്നാമീസ് അമേരിക്കൻ പോയിറ്റ് who has garnered widespread acclaim in the contemporary literary circles. സോ ദിസ് പേഴ്സൺ, ഓഷ്യൻ വാങ് എന്ന് പറയുന്നത് ഒരു വിയറ്റ്നാമീസ് അമേരിക്കൻ പോയിറ്റാണ്. അത് പഠിച്ചു വയ്ക്കാം. ആ ഒരു കാലഘട്ടത്തിലെ സാഹിത്യവുമായി ബന്ധപ്പെട്ട അതിൽ ഒരുപാട് എന്താ പറയുക, പ്രശസ്തി പേര് ലഭിച്ച ഒരാളാണ് ആര്, ഓഷ്യൻ വാങ്. ബോൺ ഇൻ 1988 ലായിരുന്നു ജനനം. ഇൻ സൈഗൺ, വിയറ്റ്നാം. വോങ് ഇമിഗ്രേറ്റഡ് ടു യുണൈറ്റഡ് സ്റ്റേറ്റ് വിത്ത് ഹിസ് ഫാമിലി വെൻ ഹി വാസ് ജസ്റ്റ് 2 years old. അപ്പോൾ അദ്ദേഹം ജനിച്ചത് 1988 അപ്പോൾ അധികം പ്രായമൊന്നുമില്ല. 1988 അദ്ദേഹം ജനിച്ചത് സൈഗണിൽ, വിയറ്റ്നാം. ദെൻ അദ്ദേഹം പിന്നീട് എമിഗ്രേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം. അദ്ദേഹത്തിന് 2 വയസ്സുള്ളപ്പോൾ. മച്ച് ഓഫ് ഹിസ് പോയട്രി എക്സ്പ്ലോസ് തീംസ് ഓഫ്, സോ അതൊന്ന് പഠിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ പോയട്രിയിലെ, കവിതകളിലെ തീം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കൾച്ചറൽ ഐഡൻറ്റിറ്റി, അതായത് സാംസ്കാരികപരമായിട്ടുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ തിരിച്ചറിവ്. സെക്ഷുവാലിറ്റി ഒരു തീമായിരുന്നു. ഫാമിലി റിലേഷൻഷിപ്സ്, അതായത് കുടുംബ ബന്ധങ്ങൾ ഒരു തീമായിരുന്നു. ആൻഡ് മേക്കിംഗ് സെൻസ് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ആസ് എ റിഫ്യൂജി, ഒരു അഭയാർത്ഥി എന്ന രീതിയിൽ ഒറ്റപ്പെടലുകളും കാര്യങ്ങളും അതൊക്കെ അദ്ദേഹത്തിൻ്റെ തീമുകളായിരുന്നു. നെക്സ്റ്റ് നോക്കുമ്പോൾ വോങ്സ് പോയട്രി കളക്ഷൻ ഏതൊക്കെയാണ്? നൈറ്റ് സ്കൈ വിത്ത് എക്സിറ്റ് വൂൺസ്. സോ വോങ്ങിൻ്റെ പോയട്രി കളക്ഷൻ്റെ പേര് നൈറ്റ് സ്കൈ വിത്ത് എക്സിറ്റ് വൂൺസ്. 2016 ഇതിന് റിസീവ് ദ പ്രസ്റ്റീജിയസ് റൈറ്റിംഗ് അവാർഡ് ആൻഡ് TS എലിയറ്റ് പ്രൈസ്. സോ TS എലിയറ്റിൻ്റെ പ്രൈസ് നേടിക്കൊടുത്ത അദ്ദേഹത്തിൻ്റെ പോയട്രി കളക്ഷനാണ്. MCQനൊക്കെ ചാൻസ് ഉണ്ട് ചോദിക്കാൻ, പഠിച്ചു വയ്ക്കുക. എന്താണത്? നൈറ്റ് സ്കൈ വിത്ത് എക്സിറ്റ് വൂൺസ് എന്ന് പറഞ്ഞിട്ട് 2016 കേട്ടോ. അതുപോലെ തന്നെ വോങ് ഓൾസോ റിസീവ്ഡ് അക്കളേഡ്സ് ഫോർ ഹിസ് 2019 ഡെബ്യൂട്ട് നോവൽ. അദ്ദേഹത്തിൻ്റെ 2019 ഡെബ്യൂട്ട് നോവൽ എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവൽ, ഡെബ്യൂട്ട് നോവൽ ഏതാണ്? ഓൺ ദി എർത്ത് വി ആർ ബ്രീഫ്ലി ഗോർജിയസ്. അതിനും ഒരുപാട് പ്രശസ്തിയൊക്കെ ലഭിച്ചിട്ടുണ്ട്. സോ ഇതും ഒരു MCQ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഡെബ്യൂട്ട് നോവൽ, അതായത് ഡെബ്യൂട്ട് നോവൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നോവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ എർത്ത് വി ആർ ബ്രീഫ്ലി ഗോർജിയസ് എന്ന് പറഞ്ഞിട്ട് 2019 കേട്ടോ. ഇത്ര കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു വയ്ക്കുക. ഓഷ്യൻ വാങ് എന്ന് പറയുന്നത് വിയറ്റ്നാമീസ് അമേരിക്കൻ പോയിറ്റാണ്. അദ്ദേഹം 1988 ജനിച്ചത് സൈഗൺ, വിയറ്റ്നാമിൽ. പിന്നീട് അദ്ദേഹത്തിന് 2 വയസ്സുള്ളപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് ഫാമിലി മാറി. അദ്ദേഹത്തിൻ്റെ പോയട്രി കളക്ഷൻ്റെ തീം എന്ന് പറയുന്നത് കൾച്ചറൽ ഐഡൻറ്റിറ്റി, സെക്ഷുവാലിറ്റി, ഫാമിലി റിലേഷൻഷിപ്പ്, ഡിസ്പ്ലേസ്മെൻറ്റ് ആസ് എ റെഫ്യൂജി ഒക്കെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പോയട്രി കളക്ഷൻ എന്ന് പറയുന്നത് നൈറ്റ് സ്കൈ വിത്ത് എക്സിറ്റ് വൂൺ 2016. അതിന് TS എലിയറ്റ് പ്രൈസ്, റൈറ്റിംഗ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് നോവൽ അല്ലെങ്കിൽ ഡെബ്യൂട്ട് നോവൽ എന്ന് പറയുന്നത് ഓൺ ദ എർത്ത് വി ആർ ബ്രീഫ്ലി ഗോർജിയസ് എന്ന് പറഞ്ഞിട്ടാണ്. 2019 അത് എന്നും കൂടെ ഓർക്കുക. ഇനി നമുക്ക് പോയത്തിലേക്ക് കിടക്കാം. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്ന പോയത്തിൻ്റെ പേര് ദ ട്രഷ് ഹോൾഡ് എന്നാണ്. ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു. ട്രഷ് ഹോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഷോക്കിംഗ് ആയിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ എന്നാണ് ട്രഷ് ഹോൾഡിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു. ഇറ്റ്സ് ദ ഫസ്റ്റ് പോവം ഇൻ ദ ആന്തോളജി നൈറ്റ് സ്കൈ വിത്ത് എക്സിറ്റ് വൂണ്ട്. സോ നൈറ്റ് സ്കൈ വിത്ത് എക്സിറ്റ് വൂണ്ട് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ ഒരു ശേഖരണമാണ്. ആന്തോളജി മീൻസ് കളക്ഷൻ. സോ അദ്ദേഹത്തിൻ്റെ ഒരു പോയട്രി കളക്ഷനാണ് നൈറ്റ് സ്കൈ വിത്ത് എക്സിറ്റ് വൂൺസ്. അതിലെ ഫസ്റ്റ് പോവാണ് ട്രഷ് ഹോൾഡ്. എഗെയിൻ MCQ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ട്രഷ് ഹോൾഡ് എന്ന് പറഞ്ഞ പോവം ഏത് ആന്തോളജിയിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈറ്റ് സ്കൈ വിത്ത് എക്സിറ്റ് വൂൺസ്. ഇതിൽ ഫസ്റ്റ് പോവാണ് ട്രഷ് ഹോൾഡ് എന്നും പഠിച്ചു വയ്ക്കാം.
അടുത്ത ലൈൻ ഇതിൻ്റെ തീമാണ് പറയണത്, അണ്ടർലൈൻ ചെയ്യണം. എന്താ പോവത്തിൽ പറയുന്നത്? ദ പോവം, അതായത് കവിത, ഡിസ്ക്രൈബ്സ് വിവരിക്കുന്നു, ദ സ്പീക്കർ സീക്രട്ട്ലി ഒബ്സർവിങ് എ മാൻ സിംഗിങ് ബ്യൂട്ടിഫുള്ളി ഇൻ ദ ഷവർ വൺ മോർണിംഗ്. സോ ഈ ഒരു കവിതയുടെ തീം നമ്മൾ കാണുന്നത് ഇവിടെ സ്പീക്കർ, അതായത് നമ്മുടെ പോയിറ്റ് എന്താ ചെയ്യുന്നത്? ഒരു ആൾ കുളിക്കുന്നത് ഒളിഞ്ഞു നിന്ന് നോക്കുകയാണ്. പക്ഷെ പിന്നീട് നമുക്ക് മനസ്സിലാവും വേറെ ആരും കുളിക്കുന്നതല്ല അദ്ദേഹം നോക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ഫാദർ, അച്ഛൻ തന്നെ കുളിക്കുന്നതാണ് അദ്ദേഹം ഇവിടെ ഒളിഞ്ഞു നിന്ന് നോക്കുന്നത്. സോ ദ പോം ഡിസ്ക്രൈബ്സ്, കവിത നമുക്ക് വിവരിച്ച് ചെയ്യുന്നത് സ്പീക്കർ സീക്രട്ട്ലി ഒളിഞ്ഞു നിന്ന്, ഒബ്സർവിങ് എന്ന് പറഞ്ഞാൽ എന്താ? നിരീക്ഷിക്കുന്നു, എ മാൻ ഒരു മനുഷ്യൻ, സിംഗിങ് ബ്യൂട്ടിഫുള്ളി ദ ഷവർ വൺ മോർണിംഗ് ഒരു രാവിലെ ഒരാൾ നിന്ന് കുളിക്കുകയാണ്. വെറുതെ കുളിക്കല്ല, അതിമനോഹരമായിട്ട് പാട്ട് പാടുന്നുണ്ട്. ഇത് ഒളിഞ്ഞു നിന്ന് നോക്കുന്ന സ്പീക്കറെയാണ് നമുക്ക് ഈ ഒരു പോവത്തിൽ കാണാൻ പറ്റുന്നത്. ക്ലിയർ ആണല്ലോ? ദ പോവം എംപ്ലോയ്സ് ദ ടെക്നിക് ഓഫ് ഫസ്റ്റ് പേഴ്സൺ നറേഷൻ. സോ എൻ്റെ, ഞാൻ, ഐ, മീ എന്ന രീതിയിലുള്ള ഒരു ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവാണ് ഈ ഒരു കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള ടെക്നിക്ക്. ദ ടൈറ്റിൽ ഓഫ് ദ പോവം, എന്താ പോയത്തിൻ്റെ ടൈറ്റിൽ തലക്കെട്ട് പറയുന്നത്? ട്രഷോൾഡ് ഇംപ്ലൈസ് ദ സ്റ്റാർക്ക് ആസ്പെക്ട്സ് ഓഫ് റിയാലിറ്റി, യാഥാർത്ഥ്യങ്ങളുടെ ഷോക്കിംഗ് ആയിട്ടുള്ള യാഥാർത്ഥ്യം എന്നൊക്കെയാണ് ട്രഷോൾഡിൻ്റെ മീനിങ്. അതും പഠിച്ചു വയ്ക്കുക. സോ ട്രഷോൾഡിൻ്റെ മീനിങ് MCQ ആയിട്ട് ചോദിക്കുമ്പോൾ അത് ഇംപ്ലൈ ചെയ്യുന്ന എന്താ? സ്റ്റാർക്ക് ആസ്പെക്ട്സ് ഓഫ് റിയാലിറ്റി. നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അതാണ് യാഥാർത്ഥ്യം. അതിനെയാണ് നമ്മൾ ട്രഷോൾഡ് എന്ന് പറയുന്നത്. നമുക്ക് വിശ്വസിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ സത്യം പറഞ്ഞാൽ അതെന്താണ്? യാഥാർത്ഥ്യമാണ്. അതാണ് ട്രഷോൾഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൈമർലി റിട്ടൺ ഇൻ കപ്ലറ്റ്സ്. ഈ കവിതയുടെ പ്രത്യേകത, കവിത എഴുതിയിട്ടുള്ളത് എന്തിലാണ്? കപ്ലറ്റുകളിലാണ്. കപ്ലറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈരടി, രണ്ട് വരി വെച്ചിട്ട് കപ്ലറ്റിലാണ് ഈ കവിത എഴുതിയിട്ടുള്ളത്. ഇറ്റ് ഈസ് പ്രൈമർലി റിട്ടൺ ഇൻ കപ്ലറ്റിലാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. ഇറ്റ് ഡിസ്ക്രൈബ്സ്, ഇത് വിവരിക്കുന്നു, ദ സ്പീക്കേഴ്സ് ഫാസിനേഷൻ അറ്റ് മാൻ സിംഗിങ് ഇൻ ദ ഷവർ ആൻഡ് ഹിസ് വോയറിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്. ഇവിടെ നമുക്ക് വിവരിച്ച് കാണാൻ പറ്റുന്നത് ഈ ഒരു സ്പീക്കറുടെ, അതായത് കവിയുടെ ഫാസിനേഷനാണ്. കവിക്ക് അല്ലെങ്കിൽ ഇത് വാച്ച് ചെയ്യുന്ന ആ സ്പീക്കർക്ക് വല്ലാത്ത അത്ഭുതം തോന്നുകയാണ്. ഭയങ്കര ഫാസിനേഷൻ, കൗതുകം, കാണാനുള്ളൊരു ആഗ്രഹം. എന്തിനെയാണ്? ആ മാൻ സിംഗിങ് ഇൻ ദ ഷവർ, കുളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മനുഷ്യനെ. അപ്പോൾ ആൻഡ് ഹിസ് വോയറിസ്റ്റിക് ആറ്റിറ്റ്യൂഡ്, നമുക്കറിയാം കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ന്യൂഡായിരിക്കും അല്ലേ? അപ്പോൾ സെക്ഷൽ ആയിട്ടുള്ള എലമെൻസും ഇവിടെ ഉണ്ട്. അതാണ് വോയറിസ്റ്റിക് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ദി ഓപ്പണിംഗ് ലൈൻ, കവിതയുടെ ആദ്യത്തെ വരിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദ ബോഡി വേർ എവറിത്തിങ് ഹാസ് എ പ്രൈസ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ തീം ഓഫ് ദ പോം. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഓപ്പണിംഗ് ലൈൻ എന്ന് പറയുന്നത് എന്താ? ഇൻ ദ ബോഡി വേർ എവറിത്തിങ് ഹാസ് എ പ്രൈസ്. അതാണ് ഈ ഒരു കവിതയുടെ ഫസ്റ്റ് ലൈൻ. ശരിക്കും പറഞ്ഞാൽ അത് തന്നെയാണ് ഈ ഒരു പോയത്തിൻ്റെ തീം. അതായത് എന്താ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്? ഇൻ ദ ബോഡി, ശരീരത്തിൽ, വേർ എവറിത്തിങ് ഹാസ് എ പ്രൈസ്, എല്ലാത്തിനും അതിൻ്റേതായ എന്തുണ്ട്? വിലയുണ്ട് എന്നാണ് പറയണത്. ഇവിടെ അങ്ങനെ പറയുമ്പോൾ ബോഡി എമേർജസ് ആസ് എ സൈറ്റ് ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് വൾണറബിലിറ്റി ഇൻ ദ പോം. ഈ ഒരു ശരീരം എന്ന് പറയുന്നത് ഒരേ സമയം വ്യക്തിത്വവും അതേപോലെ തന്നെ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒരുമിച്ച് കൊണ്ടുവരികയാണ് ഈ ഒരു കവിതയിൽ. ദി ഓതർ എക്സ്പ്ലോർസ്, ഓതർ തുറന്നു കാണിക്കുന്നു, കണക്ഷൻ ബിറ്റ്വീൻ ബോഡി ആൻഡ് മൈൻഡ്, ശരീരവും മനസ്സും തമ്മിലൊരു ബന്ധം, ത്രൂ മൾട്ടിപ്പിൾ ഇമേജസ് ആൻഡ് സിംബൽസ്, ഒന്നിൽ കൂടുതൽ ഇമേജസിലൂടെ, ഒന്നിൽ കൂടുതൽ സിംബൽസിലൂടെ ശരീരവും മനസ്സും തമ്മിലുള്ള ഒരു കണക്ഷനാണ് ഇവിടെ ഓതർ നമുക്ക് തുറന്നു കാണിച്ചു തരുന്നത്. എന്തിൻ്റെയൊക്കെ ചിത്രങ്ങൾ കാണാം? ഇമേജ് എന്ന് പറഞ്ഞാൽ ചിത്രമാണ്. എന്തിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്? എന്തിൻ്റെയൊക്കെ ചിത്രങ്ങളാണ്? ദ ഇമേജസ് ഓഫ് സിംഗിങ്, പാട്ട് പാടുന്നതിൻ്റെ ചിത്രങ്ങൾ. ആൻഡ് കോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കുതിര, ഒരു കുതിരേനെയാണ്, കുതിരയുടെ കുട്ടി, ചെറിയൊരു കുതിര എന്നൊക്കെ പറയാം, കുതിരക്കുട്ടി. അതാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ആ ഒരു പാട്ട് പാടുന്ന ഇമേജ്, കോൾട്ടിൻ്റെ ഇമേജ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. റീഇൻഫോഴ്സ് ദ ആസ്പെക്റ്റ് ഓഫ് ഐഡൻറ്റിറ്റി ഇൻ ദ പോം. അപ്പോൾ ഇതൊന്നും കൂടെ ഉറപ്പ് വരുത്തുകയാണ് കവിതയിലെ വ്യക്തിത്വത്തെക്കുറിച്ചിട്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? The recurring usage of the term I in the poem embodies the aspect of self-reflection.
ഈ ഒരു കവിതയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഐ എന്നിട്ടുള്ള എന്നൊരു എന്ത് കാണാൻ പറ്റും? വാക്ക് കാണാൻ പറ്റും, ഞാൻ. അപ്പോൾ അത് നമുക്ക് കാണിച്ചു തരുന്നത് എന്താ? സെൽഫ് റിഫ്ലക്ഷനാണ്. സ്വയം ഒരു റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു പ്രതിഫലനമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഐക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. Threshold captivates readers through its vivid depiction in a revelatory moment of intense listening. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറയാം, Threshold എന്ന് പറഞ്ഞ പോവം ഇവിടെ വായനക്കാർക്ക് നൽകുന്നത് എന്താണ്? വിവിഡായിട്ടുള്ള, അതായത് കളർഫുള്ളായിട്ടുള്ള ഒരു ഡെപ്പിക്ഷൻ, ഒരു വിവരണമാണ് ഓഫ് എ റെവലേറ്ററി മൂമെൻറ്റ് ഓഫ് ഇൻറ്റൻസ് ലിസണിങ്. ഒരു എന്താ പറയുക, ആ ഒരു നിമിഷത്തെ കുറിച്ചിട്ട്. അപ്പോൾ ഒരു കവി അല്ലെങ്കിൽ സ്പീക്കർ തൻ്റെ അച്ഛൻ കുളിക്കുന്നത് കാണുന്ന ആ ഒരു നിമിഷം. ദ സ്പീക്കർ ഇൻ ദിസ് പോവം, ഈ ഒരു കവിതയിലെ സ്പീക്കർ പോർട്രേറ്റ്സ് എ വിവിഡ് സെൻസ് ഓഫ് സീക്രറ്റ്ലി ഒബ്സർവിങ്. അപ്പോൾ അയാൾ ആ ഒരു സ്പീക്കർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സീക്രട്ടായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എ മാൻ സിംഗിങ് ഇൻ ദ ഷവർ, ഒരു കുളിച്ചുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് കുളിക്കുന്ന ഒരു മനുഷ്യനെ ആസ് എ പിവോട്ടൽ മൊമെൻറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ഹിസ് ലൈഫ്. ചുരുക്കി പറഞ്ഞാൽ അത് ആ ഒരു മനുഷ്യൻ്റെ ലൈഫിലെ രൂപമാറ്റം, ട്രാൻസ്ഫോർമേഷനാണെന്ന് പറയാം. കാരണം ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വന്തം അച്ഛൻ കുളിക്കുന്നത് കാണുന്ന സ്പീക്കർ എന്ന് പറയുന്നത് ഒരു വലിയ മനുഷ്യനല്ല, ഒരു ചെറിയ കുട്ടിയാണ് ഇതിലത്തെ സ്പീക്കർ. ആ ചെറിയ കുട്ടിയാണ് തൻ്റെ അച്ഛൻ കുളിക്കുന്നത്, പാട്ട് പാടിക്കൊണ്ട് കുളിക്കുന്നത് ഒളിഞ്ഞു നോക്കുന്നത്. അപ്പോൾ ആ സ്വന്തം അച്ഛൻ അങ്ങനെ കുളിക്കുമ്പോൾ അതൊരു എന്താ പറയുക, ന്യൂഡായിട്ടുള്ള ഇതും അതോടൊപ്പം തന്നെ സെക്ഷൽ എലമെൻസും കൂടെ അതിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ ഒരു കുട്ടിക്ക് ഒരു ബോയിൽ നിന്നും ഒരു മാനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനാണ് ഇവിടെ നടക്കുന്നത്. ഒരു ആൺകുട്ടിയിൽ നിന്നും ഒരു പുരുഷനിലേക്കുള്ള ഒരു മാറ്റം എന്നുകൂടെ ഇതിലൊരു മീനിങ് ഉണ്ട്. അതും കൂടെ നിങ്ങൾ നോട്ട് ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. മാൻ സിംഗിങ് ഇൻ ദ ഷവർ ആസ് ദ പിവോട്ടൽ മൊമെൻറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ഹിസ് ലൈഫ്. സോ ഇത് കാണുന്ന ആ ആൺകുട്ടി ഒരു പുരുഷനിലേക്കുള്ള ഒരു രൂപമാറ്റം, ട്രാൻസ്ഫോർമേഷനാണ്. അവനത് ഇനി അവന് ആ ഒരു ബോയ്ക്ക് ഒരിക്കലും ഇന്നോസെൻസ് അല്ലെങ്കിൽ നിഷ്കളങ്കതയിലേക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റില്ല. അവനിങ്ങനെ സീക്രട്ടായിട്ട് നോക്കിക്കഴിഞ്ഞു. സോ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് കാണാം. വാങ് യൂസസ് ഇവോക്കേറ്റീവ് മെറ്റഫേഴ്സ്, ഒരുപാട് മെറ്റഫറുകൾ ഉപയോഗിക്കുന്നുണ്ട് വാങ്. ആൻഡ് സെൻസറി ഇമേജസ്, ചിത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ടു ഡിസ്ക്രൈബ് ദ എക്സ്പീരിയൻസ്, എക്സ്പീരിയൻസിനെ വിശദീകരിക്കാൻ അല്ലെങ്കിൽ വിവരിക്കാനായിട്ട് വാങ് ഒരുപാട് മെറ്റഫേഴ്സ് അല്ലെങ്കിൽ ഇമേജസ് ഉപയോഗിക്കുന്നുണ്ട്. ദ മാൻ ഈസ് ലൈക്ക്, ഇവിടെ മനുഷ്യൻ, ആ ഒരു മനുഷ്യൻ കുളിച്ചുകൊണ്ടിരിക്കുന്ന അച്ഛൻ അല്ലെങ്കിൽ മനുഷ്യൻ എന്താ പറയണത്? ഗിത്താർ സ്ട്രിങ്സ് സ്നാപ്പിംഗ്, ഗിത്താറിൻ്റെ വള്ളികൾ, ഗിത്താർ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഗിത്താറിൻ്റെ വള്ളികൾ, സ്നാപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പൊട്ടുക എന്നാണ് അർത്ഥം. While the song seems to fill the speaker's essence to the core like a skeleton. പക്ഷേ ഇവിടെ മാൻ ഈസ് ലൈക്ക്, മാൻ എന്തുപോലെയാണ്? ഒരു ഗിത്താറിൻ്റെ വള്ളികൾ പൊട്ടുന്ന പോലെയും. അതേസമയം ഈ ഒരു സോങ് കാണുമ്പോൾ സ്പീക്കറിന് തോന്നുന്നത്, സ്പീക്കർ ഒരു സ്കെലിറ്റൻ, അസ്ഥികൂടാണെങ്കിൽ അതിലേക്ക് എന്താണ് ഫില്ല് ചെയ്യുന്ന പോലെ, നിറഞ്ഞു പോകുന്ന പോലെയാണ് തോന്നുന്നത്. This vivid imagery conveys the intensity and visceral impact of hearing the singing. ഈ ഒരു ചിത്രം നമുക്ക് കാണിച്ചു തരുന്നത് എത്രത്തോളം ഇൻറ്റൻസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഹിയറിങ് ദ സിംഗിങ് കേൾക്കുമ്പോൾ, ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ എത്രത്തോളം വിസ്കറലാണ്, എത്രത്തോളം ഡീപ്പാണ് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പം ഇത്രയും ഈ ഒരു കവിതയുടെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പം നമുക്ക് ഇനിയൊരു ടെക്സ്റ്റിലേക്ക്, കവിതയിലേക്ക് പോകാം. കവിതയിലേക്ക് പോകുമ്പോൾ ഇൻ ദ ടെക്സ്റ്റ് കേട്ടോ നോക്കുക. ഇൻ ദ ബോഡി വെർ എവറിത്തിങ് ഹാസ് എ പ്രൈസ്. ഇൻ ദ ബോഡി, ശരീരത്തിൽ, വെർ എവറിത്തിങ് ഹാസ് എ പ്രൈസ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എന്തുണ്ട്? വിലയുണ്ട്. ഐ വാസ് എ ബെഗർ, ഞാൻ ആരായിരുന്നു? ഒരു ബെഗർ ആയിരുന്നു. ഐ വാസ് എ ബെഗർ ഓൺ മൈ നീസ്, ഞാൻ മുട്ടുകുത്തിയിട്ടാണ് നിൽക്കുന്നത്. സോ ഇവിടെ നമ്മൾ കാണുന്നത് സ്വന്തം അച്ഛൻ കുളിക്കുന്നത് ഒളിഞ്ഞുകൊണ്ട് ആ ഒരു ഹാളിലൂടെ നോക്കുന്ന ഒരു കുട്ടീനെയാണ്. അപ്പോൾ ഒരു രണ്ട് രീതിയിൽ ഇവിടെ ബെഗർ നമുക്ക് കാണാം. ഒരു പക്ഷേ ആ കുട്ടി കുനിഞ്ഞിരുന്നിട്ട്, ചെറിയ കുട്ടിയാണ്, കുനിഞ്ഞിരുന്നിട്ട് നോക്കുന്നത് കൊണ്ട് മുട്ടുകുത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു യാചകനെ പോലെ എന്നുള്ള അർത്ഥം മനസ്സിലായോ? അതാണ് അവിടെ ബെഗർ എന്ന് വെച്ചിട്ടുള്ളത്. മുട്ടുകുത്തിയിരിക്കുന്നു, കാരണം എന്നാലാണ് കാണുന്നുള്ളൂ. ഓക്കെ,
ഇൻ ദ ബോഡി. അപ്പോൾ പറയാണ് നോക്കുമ്പോൾ എവ്രിതിങ് ആസ് എ പ്രൈസ്, എല്ലാത്തിനും എല്ലാ ഭാഗത്തിനും അതിൻ്റേതായ വാല്യൂ ഉണ്ട് ശരീരത്തിന്. ഐ വാസ് എ ബെഗർ. ബെഗർ എന്ന് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? സ്പീക്കറിനെയാണ്. കുട്ടി ഓൺ മൈ നീസ്, മുട്ടിക്കുത്തി ഇരിക്കുന്നു. ഐ എന്ന് പറഞ്ഞാൽ ആരാ? സ്പീക്കറാണ്. ഐ വാച്ച്ഡ്, ഞാൻ നോക്കി, നിരീക്ഷിച്ചു. ത്രൂ ദ കീ ഹോൾ, എന്തിലൂടെയാണ് നോക്കിയത്? കീ ഹോളിലൂടെ. നോട്ട് ദ മാൻ ഷവറിങ് ബട്ട് ദ റെയിൻ, ആ കുളിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനെ അല്ല ഞാൻ പൂർണ്ണമായിട്ട് നോക്കിയത്, മറിച്ചോ ബട്ട് ദ റെയിൻ, മഴയെയാണ്. സോ ഇവിടെ മഴ എന്ന് ഉദ്ദേശിക്കുന്നത് ഷവറിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കാം. മഴ എന്ന് ഉദ്ദേശിക്കുന്നത് ഷവറിൽ നിന്ന് വരുന്ന വെള്ളമായിരിക്കാം കേട്ടോ. ബട്ട് ദ റെയിൻ ഫോളിങ് ത്രൂ ഹിം എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹത്തിൻ്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന ആ ഒരു വെള്ളത്തിന്, ഷവറിൽ നിന്ന് വരുന്ന വെള്ളത്തിനെയാണ് ഇവിടെ റെയിൻ ഫോളിങ് ത്രൂ ഹിം എന്ന് പറയുന്നത്. ബട്ട് ദ റെയിൻ ഫോളിങ് ത്രൂ ഹിം എന്ന് പറയുന്നത്. ഓക്കെ. ഗിത്താർ സ്ട്രിങ്സ് സ്നാപ്പിംഗ്, ഇത് എന്തുപോലെ തോന്നുന്നു? ഗിത്താറിൻ്റെ ഇങ്ങനെ ആ ഒരു വള്ളികൾ പൊട്ടിത്തെറിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഓവർ ഹിസ് ഗ്ലോബ്ഡ് ഷോൾഡേഴ്സ്, ഗ്ലോബ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഉരുണ്ട. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉരുണ്ട ഷോൾഡർ, ആ ഷോൾഡർ ഭാഗത്തിലൂടെ ഗിത്താറിൻ്റെ വള്ളികൾ പൊട്ടിത്തെറിക്കുന്ന പോലെയാണ് തോന്നുന്നത് എന്ന് പറയാണ്. ഓക്കെ. ഹി വാസ് സിംഗിങ്, അദ്ദേഹം പാട്ട് പാടുന്നു. വിച്ച് ഈസ് വൈ ഐ റിമെമ്പർ ഇറ്റ്, ഞാനത് ഓർക്കുന്നു, നന്നായി അദ്ദേഹം പാടുന്നുണ്ട്. ഹിസ് വോയിസ്, അദ്ദേഹത്തിൻ്റെ ശബ്ദം. ഇറ്റ് ഫിൽഡ് മീ ടു ദ കോർ ലൈക്ക് എ സ്കെൽറ്റൻ, ആ ഒരു പാട്ടിൻ്റെ സംഗീതത്തിൻ്റെ ശബ്ദം എനിക്ക് ഒരു ഫിൽഡ് മീ ടു ദ കോർ, എൻ്റെ ലൈക്ക് എ സ്കെൽറ്റൻ, ഇങ്ങനെ അത്രയും ഉള്ളിലേക്ക് അത് ഫില്ല് ചെയ്യാണ്. ഈവൺ മൈ നെയിം നെൽറ്റ് ഡൗൺ ഇൻസൈഡ് മീ ആസ്കിങ് ടു ബി സ്പെയർഡ്. ഓക്കെ. ഈവൺ മൈ നെയിം, ഒരു കുറ്റബോധം എനിക്ക് അവിടെ തോന്നുന്നുണ്ടെന്ന് പറയാണ്. ഈവൺ മൈ നെയിം നെൽറ്റ് ഡൗൺ ഇൻസൈഡ് മീ, എൻ്റെ ഉള്ളിൽ എൻ്റെ പേര് പോലും ആസ്കിങ് ടു ബി സ്പെയർഡ്, ഒരു കുറ്റബോധം തോന്നുന്നു എന്ന് പറയാം. ഓക്കെ. ഹി വാസ് സിംഗിങ്, എൻ്റെ അച്ഛൻ പാടുകയാണ്. ഇറ്റ് ഈസ് ഓൾ ഐ റിമെമ്പർ, ഞാനത് ഓർക്കുന്നുണ്ട്. ഫോർ ഇൻ ദ ബോഡി വെർ എവറിത്തിങ് ആസ് എ പ്രൈസ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. ശരീരത്തിലെ എല്ലാ ഭാഗത്തിനും അതിൻ്റേതായ മൂല്യമുണ്ട്. വീണ്ടും സ്പീക്കർ പറയാണ്, ഐ വാസ് അലൈവ്, ഞാൻ ജീവനോടെയുണ്ട്, ഞാൻ ജീവിച്ചിരിപ്പുണ്ട്. ഐ ഡിഡിൻ നോ ദർ വാസ് എ ബെറ്റർ റീസൺ, ഈ ജീവനോടെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ നോക്കുന്നത്. അപ്പോൾ ആ ജീവനോടെ ഉണ്ട്. ഐ ഡിഡിൻ നോ ദർ വാസ് എ ബെറ്റർ റീസൺ, വേറൊരു കാരണം ഉണ്ടെന്ന് എനിക്ക് അറിയില്ല. പിന്നെന്താ പറയണത്? ദാറ്റ് വൺ മോർണിംഗ്, ആ ഒരു രാവിലെ, മൈ ഫാദർ വുഡ് സ്റ്റോപ്പ്, എൻ്റെ അച്ഛൻ നിൽക്കും. എ ഡാർക്ക് കോൾട്ട് പോസ്ഡ് ഇൻ എ ഡൗൺ പോൾ. അപ്പോൾ അദ്ദേഹം വേറൊരു ചാൻസും കൂടെ പറയുകയാണ്. ഒരു പക്ഷേ ആ ഒരു മോർണിംഗിൽ മൈ ഫാദർ വുഡ് സ്റ്റോപ്പ്, എൻ്റെ അച്ഛൻ കുളി ചിലപ്പോൾ നിർത്താം. എന്തിനെ പോലെ? എ ഡാർക്ക് കോൾട്ട് എന്ന് പറഞ്ഞാൽ ഇരുണ്ട ഒരു ചെറിയ കുതിരക്കുട്ടി, പോസ്ഡ് ഇൻ ഡൗൺ പോർ, മഴയിൽ നിൽക്കുന്ന പോലെ, മഴയിൽ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്ന പോലെ എൻ്റെ അച്ഛൻ ഒരു പക്ഷേ രാവിലെ കുളി പെട്ടെന്ന് നിർത്താം. എന്നിട്ട് എന്ത് ചെയ്യാം? ആൻഡ് ലിസൺ ഫോർ മൈ ക്ലച്ച്ഡ് ബ്രത്ത്, അതായത് ഇവിടെ സ്പീക്കർ പറയാണ്, സ്പീക്കർ പിടിക്കപ്പെടാം. സ്പീക്കർ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ അച്ഛൻ കുളിക്കുന്നത് നോക്കുന്നൊക്കെയുണ്ട്. അപ്പോൾ ഇന്ന് ചിലപ്പോൾ പിടിക്കപ്പെടാം. അതായത് കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ സ്റ്റോപ്പ് ചെയ്യാം. ഒരു ഡാർക്ക് കോൾട്ട്, അതായത് ഒരു കുതിരക്കുട്ടി സ്റ്റോപ്പ് ചെയ്യുന്ന പോലെ ഒരു എന്താണ് ഫാദർ ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. എന്നിട്ട് അച്ഛൻ ചിലപ്പോൾ ശ്രദ്ധിക്കാം. ലിസൺ ഫോർ മൈ ക്ലച്ച്ഡ് ബ്രത്ത്, അച്ഛനൊരു പക്ഷേ എൻ്റെ ശ്വാസം ശ്രദ്ധിക്കാം. ക്ലച്ച്ഡ് ബ്രത്ത്, ശ്വാസം ശ്രദ്ധിക്കാം. ബിഹൈൻഡ് ദ ഡോർ, സോ കുളിക്കുന്ന ഡോറിൻ്റെ പുറകിലാണ് ആര് നിൽക്കുന്നത്? നമ്മുടെ സ്പീക്കർ നിൽക്കുന്നത്. അപ്പോൾ അച്ഛൻ ചിലപ്പോൾ പതുക്കെ ആ സ്പീക്കറിൻ്റെ ശ്വസിക്കുന്ന ശബ്ദം കേൾക്കാം. അങ്ങനെ സ്പീക്കർ പിടിക്കപ്പെടാം. ഐ ഡിഡിൻ നോ ദ കോസ്റ്റ്, അങ്ങനെ പിടിക്കപ്പെട്ടാൽ അതിന് എത്ര വില കൊടുക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല എന്ന്. അതായത് അച്ഛൻ എന്നെ എങ്ങനെ പണിഷ് ചെയ്യും, അച്ഛൻ എന്നെ എങ്ങനെ പെരുമാറും, അച്ഛൻ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. അതിന് ചിലപ്പോൾ എന്ത് വില കൊടുക്കേണ്ടി വരുമെന്നും എനിക്കറിയില്ല. ഓഫ് എൻറ്ററിങ് എ സോങ്, ആ ഒരു സോങ് ഞാൻ കേൾക്കാനായിട്ട് ഒളിഞ്ഞു നോക്കി, അച്ഛൻ ഒളിഞ്ഞു നോക്കിയതിൽ എത്ര വില കൊടുക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല എന്ന് പറയാണ്. വാസ് ടു ലൂസ് യുവർ വേ ബാക്ക്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ? വേറൊരു കാര്യം എന്താ പറയണത്? വാസ് ടു ലൂസ് യുവർ വേ ബാക്ക്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്കിവിടെ നഷ്ടപ്പെടുന്നത് എന്താണ്? വാസ്
ടു ലൂസ് യുവർ വേ ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താ, എൻ്റെ ഇന്നസെൻസാണ് എനിക്ക് അവിടെ നഷ്ടപ്പെടുന്നത്. അത്ര നാളും ഉണ്ടായ ഒരു നിഷ്കളങ്കത, ആ ഒരു ഇന്നസെൻസ് ആർക്ക് നഷ്ടപ്പെടുന്നു എന്നാണ് പറയുന്നത്, സ്പീക്കറിന് നഷ്ടപ്പെടുന്നു. വാസ് ടു ലൂസ് യുവർ വേ ബാക്ക്, ഇനി തിരിച്ചു പോക്കില്ല, കാരണം ഓൾറെഡി എന്ത് നഷ്ടപ്പെട്ടു, നിഷ്കളങ്കത നഷ്ടപ്പെട്ടു എന്ന് പറയാണ്. സോ ഐ എൻറ്റേർഡ്, ഞാൻ അതിലേക്ക് എത്തി. സോ ഐ ലോസ്റ്റ്, എനിക്ക് നഷ്ടപ്പെട്ടു. ഐ ലോസ്റ്റ് ഇറ്റ് ഓൾ വിത്ത് മൈ ഐസ്, എൻ്റെ ഈ 2 കണ്ണുകൾ കൊണ്ട്, ഞാൻ ഈ നോക്കാൻ പാടില്ലാത്തൊരു മോശമായ പ്രവൃത്തി നോക്കിയത് കൊണ്ട്, എനിക്ക് 2 കണ്ണുകൾ കൊണ്ട് ഞാൻ വൈഡ് ഓപ്പണായിട്ട് തുറന്ന് നോക്കിയത് കൊണ്ട് ഐ ലോസ്റ്റ് ഇറ്റ്, എനിക്കത് നഷ്ടപ്പെട്ടു. ഐ ലോസ്റ്റ് ഇറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് എന്താണ്, ഇന്നസെൻസ്, നിഷ്കളങ്കത എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് പറയാണ്. ഐ ലോസ്റ്റ് ഇറ്റ് ഓൾ വിത്ത് മൈ ഐസ് വൈഡ് ഓപ്പൺ എന്ന് പറയാണ്. അപ്പോൾ അവസാനം പറയാണ്, എന്താ അവസാനത്തെ സ്റ്റാൻസയിൽ പറയുന്നത്, അച്ഛൻ എൻ്റെ ശ്വാസം കണ്ടെത്തി എന്നെ പിടിക്കപ്പെട്ടാൽ ഐ ഡിഡ്ന്റ് നോ ദ കോസ്റ്റ് ഓഫ് എൻറ്ററിങ് എ സോങ്, ഈ ഒരു ഒളിഞ്ഞു നോക്കിയതിൻ്റെ പേരിൽ എത്ര വില കൊടുക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. ഐ വാസ് ടു ലൂസ് യുവർ വേ ബാക്ക്, എനിക്ക് ആ ഒരു നിഷ്കളങ്കത നഷ്ടപ്പെടും. സോ ഐ എൻറ്റേർഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ അങ്ങനെ, അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഞാനൊരു ബോയിൽ നിന്ന് മാനിലേക്ക് എത്തുകയാണ്, ട്രാൻസ്ഫോർമേഷനാണ്. സോ ഐ ലോസ്റ്റ്, പക്ഷെ എനിക്കെല്ലാം നഷ്ടപ്പെടും. ഐ ലോസ്റ്റ് ഇറ്റ് ഓൾ വിത്ത് മൈ ഐസ്, ഈ ഒരു കണ്ണുകൾ കൊണ്ട് നോക്കിയത് കൊണ്ട് എനിക്കെല്ലാം നഷ്ടപ്പെടും, എൻ്റെ നിഷ്കളങ്കതയും നഷ്ടപ്പെടും എന്ന് പോയിറ്റ് പറയാണ്, സ്പീക്കർ പറയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ലപോലെ വായിച്ച് നോക്കുക, മനസ്സിലാക്കുക. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക് സെൻഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു.